ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നേരത്തെ യാരെ പറഞ്ഞ പോലെ ഹൊല വെൽക്കമിങ് ആണ്. ആഫ്റ്റർ വെരി 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 ലോങ് ഗ്യാപ്പ് ആസ് യൂഷ്വൽ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. ഇന്ന് നമ്മളുടെ ട്രിപ്പ് ഇസ് ടു എവിടെയാണെന്ന് അറിയണോ? നമ്മളുടെ പയ്യന്നൂരിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഫ്രം ദ പെൻ റെസ്റ്റോറൻറ്റ് നേരെ വണ്ടി വിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ സ്വന്തം കൂർഗിലേക്കാണ്. കൂർഗ്, കൊടകു, മടിക്കേരി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഞാൻ മാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് ഇറ്റ് വാസ് വൺ ഓഫ് മൈ ഗോ ടു പ്ലേസസ്. വീണ്ടും നൊസ്റ്റു അടിച്ചുകൊണ്ട് നമ്മളുടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ കുറേ കഥകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അമ്മയും അച്ഛനും ആദ്യമായിട്ടാട്ടോ കൂർഗിലോട്ടേക്ക് വരുന്നത്. നിതിൻ ഇസ് ഗോൺ ടു കൂർഗ്. ബാംഗ്ലൂരൊക്കെ പഠിച്ച സമയത്ത് പോയിട്ടുണ്ട്. അതിന്റെ കോല ആക്കിയിട്ട് നോക്ക്. അതെന്താ? നമ്മൾ ഈ കൂർഗിലോട്ടേക്ക് പോകുന്ന വഴിയുണ്ടല്ലോ, ഇത്രയും ബ്യൂട്ടിഫുൾ ആൻഡ് സെറീൻ. എത്ര തവണ പോയാലും അടുക്കാത്തൊരു സ്ഥലമാണ്. ഒരു ഫുൾ കാടും നല്ല സ്മൂത്ത് റോഡൊക്കെ ആയിട്ട് ബൈക്കിലുള്ള റൈഡിങ്ങിൻ്റെ ലവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ പറയേ വേണ്ട. മിസ്റ്റർ നിതിൻ തന്നെ ഏറ്റവും വലിയ എക്സാമ്പിൾ. പണ്ടൊക്കെ എൻ്റെ ഏട്ടൻ മാംഗ്ലൂർ പഠിക്കുമ്പോൾ ഹി വുഡ് ഗോ ഫോർ ബൈക്ക് റൈഡിങ് ടു കൂർഗ്. അപ്പോൾ പറയാറുണ്ടായിരുന്നു അടിപൊളി. പോയതിന് ശേഷം അറിഞ്ഞത് വല്ലാത്തൊരു വൈബ് തന്നെയാണെന്ന്. നമുക്ക് പയ്യന്നൂരിൽ നിന്ന് ഒരു 4 മണിക്കൂർ ഏകദേശം ഉണ്ട് കേട്ടോ കൂർഗിലേക്ക്. പോവാ. ഒരു ഹായ് പറയോ? ഇതിന്റെ പേരെന്തായിരുന്നു? ബ്രിഡ്ജറ്റ് വുഡോ? വി ഹാവ് റീച്ച്ഡ് കൂർഗ്. ഇനി നമ്മൾ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. ബ്രിഡ്ജറ്റ് വുഡ് അങ്ങനെ എന്തോ ആണ്. ആൻഡ് വി ആർ ഗോയിങ് ഫോർ ലഞ്ച്. ഇവർ 2 ഇത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നല്ലത് നോക്കിയിട്ട് നല്ല റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് ചിലപ്പം ഗോൾഡൻ പാലസിൽ പോയി പിന്നെ നമ്മൾ തിരിച്ച് വരും. ഓക്കേ. ഹോട്ടൽ ന്യൂ ചർച്ച് സൈറ്റ് ഇവിടുത്തെ ഫേമസ് ആണെന്നാണ് പറഞ്ഞത്. ഫുഡ് പറയാൻ മാത്രമൊന്നുമില്ല, പക്ഷേ വിശപ്പുള്ളത് കൊണ്ട് കഴിച്ചു. ഓക്കെ ആയിരുന്നു കേട്ടോ. അതിനെക്കാട്ടിയും ബെറ്റർ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അവിടെ. അങ്ങനെ നമ്മൾ ബ്രിഡ്ജ് ബോർഡ് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിലോട്ടേക്കാട്ടോ പോയത്. നമ്മൾ അവിടെ എത്തിയിട്ടാണ് ഗൂഗിളിൽ തപ്പി നോക്കിയിട്ട് ഒരു അടിപൊളി ഓഫറിന് നമുക്ക് നല്ലൊരു കിടുക്കാച്ചി റിസോർട്ട് കിട്ടിയതാണ്. കണക്കിനുള്ളൊരു പ്രോപ്പർട്ടി ആട്ടോ. ഈ കാണുന്നതാണ് റിസപ്ഷൻ. നമ്മൾ നേരത്തെ കണ്ട ഒരു ഗേറ്റ് ഉണ്ടല്ലോ, അവിടുന്ന് റിസപ്ഷൻ. ഇതാണ് നമ്മളുടെ കുറേ സ്ഥലങ്ങളുണ്ട് ആ പ്രോപ്പർട്ടീൻ്റെ ഉള്ളിൽ. റിസപ്ഷൻ്റെ അവിടെയാണ് കോമൺ പൂളും പിന്നെ വേറെ ഗെയിംസും ഇൻഡോർ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. ഇത് ഒരു കിച്ചൺ, ഓപ്പൺ കിച്ചണാണ്. നമുക്ക് ഹാളുണ്ട്. ഒരു വീട് തന്നെ, ഒരു വലിയ 3 ബെഡ്റൂമിൻ്റെ ഒരു ബിഗ് ഹ്യൂജ് ബംഗ്ലോ. ഇത് ഒരു ബെഡ്റൂമാണ്. താഴെ 2 ബെഡ്റൂമിൽ, ഒരു ബെഡ്റൂമിൽ അറ്റാച്ച് ബാത്റൂം, മറ്റേ ബെഡ്റൂമിൽ കോമൺ ബാത്റൂം. പിന്നെ മേലെ ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്, ഹ്യൂജ് ബെഡ്റൂം. അവിടെയും ഒരു അറ്റാച്ച് ബാത്റൂമാണ്. എല്ലാ ബെഡ്റൂംസിനും ബാൽക്കണി ഉണ്ട്. അല്ലാതെ തന്നെ ഒരു വലിയൊരു പാർട്ടിയൊക്കെ, കുറച്ച് ഫാമിലീസിനൊക്കെ വിളിച്ചിട്ട് ഒരു മിനി പാർട്ടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നടത്താൻ പറ്റുന്ന ഒരു വലിയൊരു ബാൽക്കണി ഉണ്ട്. ചുറ്റും ഫുള്ളും കോഫിയും കാപ്പിയും കൂടി കോപ്പി എന്നായി പോയത്, സോറി കേട്ടോ. കോഫിയുടെ മരങ്ങളാണ്. ഫുള്ളും മരം, ചെടി, മനസ്സിലായല്ലോ അല്ലേ? ഫുള്ളും എവിടെ നോക്കിയാലും കോഫി.
ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ. ദിസ് വില്ല ഈസ് ബേസിക്കലി ഫോർ 30,000. പക്ഷെ അന്ന് അവർക്ക് വലിയ കച്ചവടമൊന്നും ഉണ്ടായിട്ടില്ല തോന്നുന്നു. നമുക്ക് ജസ്റ്റ് 15K 15,000 കിട്ടിയതാട്ടോ. 3 BHK കിച്ചൺ, എല്ലാ എമ്യൂണിറ്റീസും ഉണ്ട്, പൂളുണ്ട്, പിന്നെ പെറ്റ് ഫ്രണ്ട്ലി ഗൈസ്. പെറ്റ് ലവേഴ്സിനൊക്കെ സുഖമായിട്ട് പെറ്റ്സിനൊക്കെ കൂട്ടിയിട്ട് വരാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ഒരു ലോട്ടറി റിസോർട്ടായിരുന്നു നമുക്ക്. ബിക്കോസ് വി എക്സ്പെക്റ്റഡ്, നമ്മൾ എന്നിട്ട് വീണ്ടും റീചെക്ക് ചെയ്തു കേട്ടോ. അപ്പം ഇതാണ് നമ്മളുടെ സ്റ്റേ ഫോർ ടുഡേ 18. നാളെ മഹദീൻ്റെ ആനിവേഴ്സറി, മഹദീൻ്റെ ഭർത്താവിൻ്റെ ആനിവേഴ്സറി. എങ്ങനെയുണ്ട് സ്റ്റേ? പൊളി സൂപ്പർ സ്ഥലം കേട്ടോ. ഒരു 3 ഫാമിലിക്കൊക്കെ സുഖമായിട്ട് വന്നിട്ട് അഫോർഡബിൾ പ്രൈസുമാണ്. ഇനി ഫുഡൊക്കെ നമ്മൾ നോക്കണം. എത്ര ഫുഡിനെ പറ്റിയിട്ട് വി ഹാവ് നോ ഐഡിയ. ദേ ഹാവ് പൂൾ, ദേ ഹാവ് ഓൾ ഗെയിം അമ്യൂണിറ്റീസ്, അങ്ങനെ പല കാര്യങ്ങൾ അവരുടെ ആ റിസപ്ഷൻ ഏരിയയിലാണ്. ദിസ് ഇസ് ലൈക്ക് നമുക്കായിട്ട് തന്നെ ഒരു ഏരിയ. ഫാമിലിയായിട്ടൊക്കെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ അടിപൊളിയായിരിക്കും. സോ യാ, ഇനി നമുക്ക് കാണാം.